നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ സ്വതന്ത്രരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് PMLN തുടങ്ങിയിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ പാർട്ടി പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് PTIയുടെ പിന്തുണയോടെ വിജയിച്ച വസീം ഖാദിറിനെ ഒപ്പം കൂട്ടുന്നതിൽ വിജയിച്ചു. PMLN-നൊപ്പം ചേർന്നതായി വസീം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടുതൽ സ്വതന്ത്രരുടെ പിന്തുണ ആർജിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാനുള്ള ശ്രമമാണ് നവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പ്രസിഡന്റും നവാസിൻ്റെ സഹോദരനുമായ ഷഹബാസ് ഷരീഫ് PPP നേതാക്കളായ ആസിഫ് അലി സർദാരിയുമായും ബിലാവലുമായും ചർച്ച നടത്തിയിരിക്കുകയാണ്. മകനായ ബിലാവലിന് പ്രധാനമന്ത്രി സ്ഥാനം നൽകണമെന്ന് ആസിഫ് അലി സർദാരി ആവശ്യപ്പെട്ടെന്നാണ് സൂചന. ആരുമായും സഖ്യമുണ്ടാക്കാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് ബിലാവൽ ഭൂട്ടോ പ്രതികരിച്ചിരിക്കുന്നത്. PPP-യുമായി ചേർന്ന് സർക്കാരുണ്ടാക്കാൻ തയ്യാറാണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ലെന്നാണ് നവാസ് പക്ഷം വ്യക്തമാക്കുന്നത്. അതിനാൽ PMLN 17 സീറ്റുള്ള മുത്താഹിദ് ഖാമി മൂവ്മെൻറ്റ് 12 സീറ്റ് നേടിയ ചെറുകിട പാർട്ടികൾ എന്നിവരുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാനുള്ള വഴികളും ആലോചിക്കുന്നു. അങ്ങനെ വന്നാൽ നവാസിന് പകരം ഷഹബാസ് ഷരീഫിനെ പ്രധാനമന്ത്രിയാക്കാനും നവാസ് ഷെരീഫിൻ്റെ മകൾ മറിയത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിയാക്കാനുമാണ് ആലോചന. ഷഹബാസ് ഷരീഫിന് സൈന്യവുമായുള്ള മികച്ച ബന്ധമാണ് ഈ നീക്കത്തിന് കാരണം. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരായ 101 പേരാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇമ്രാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്ക് മത്സര വിലക്കുള്ളതിനാലാണ് അനുയായികളെ സ്വതന്ത്രരായി രംഗത്തിറക്കിയത്. 265 അംഗ സഭയിൽ 264 സീറ്റിലെ ഫലമാണ് പ്രഖ്യാപിച്ചത്. PMLN 76 സീറ്റും ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 54 സീറ്റുമാണ് നേടിയത്. 133 പേരുടെ പിന്തുണയാണ് സർക്കാരുണ്ടാക്കാൻ വേണ്ടത്. ദേശീയ അസംബ്ലിയിലെ 366 സീറ്റിൽ 266 എണ്ണം തെരഞ്ഞെടുപ്പിലൂടെയും 70 സീറ്റുകൾ നാമനിർദ്ദേശം വഴിയുമാണ് നികത്തുന്നത്. ഇതിൽ 60 എണ്ണം വനിതകൾക്കും 10 സീറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമാണ്. സ്വതന്ത്രർക്ക് നാമനിർദ്ദേശം നടത്തുന്നതിൽ പങ്കാളിത്തമില്ല എന്നത് ഇമ്രാൻ പക്ഷത്തിന് തിരിച്ചടിയാകും. ദേശീയ അസംബ്ലിയിലെ 169 സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇതിനിടെ സർക്കാരുണ്ടാക്കാനുള്ള നവാസ് ഷെരീഫിൻ്റെ ശ്രമങ്ങൾക്ക് സൈന്യം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്ന നവാസ് ഷെരീഫിൻ്റെ അഭിപ്രായത്തോടെ അനുകൂലമായിട്ടാണ് സേനാ മേധാവി പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടെ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന് ഒരുമ്പെടുകയാണ് PTI. ക്രമക്കേട് ആരോപിച്ച് ഒട്ടേറെ സ്വതന്ത്രർ കോടതിയിലെത്തിയിട്ടുണ്ട്.